കഴിഞ്ഞ ദിവസമാണ് ബി.ജെ.പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ വെല്ലുവിളിച്ചത്. വെല്ലുവിളി മറ്റൊന്നുമായിരുന്നില്ല, പാലക്കാട് നഗരസഭയിൽ അടുത്ത വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റെങ്കിലും UDF അധികം നേടട്ടെ എന്നായിരുന്നു വെല്ലുവിളി. ആ വെല്ലുവിളി ഏറ്റെടുക്കൂ എന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. ആ വെല്ലുവിളിക്കുന്ന സതീശൻ നൽകിയ ഒറ്റ വാക്കിലുള്ള ഒരു മറുപടി അത് കേരള രാഷ്ട്രീയത്തിൽ തന്നെ പല ഊഹാപോഹങ്ങൾക്കും വഴിവെച്ചിരിക്കുകയാണ്. ഇന്ന് മാധ്യമങ്ങളെ കണ്ട സതീശൻ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് നൽകിയ മറുപടി, ശോഭാ സുരേന്ദ്രൻ അങ്ങനെ അങ്ങ് വെല്ലുവിളിക്കേണ്ട, ഇപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ ഉറച്ചു തന്നെ നിൽക്കട്ടെ എന്ന് വളരെ വ്യക്തമായി തന്നെ സതീശൻ പറയുന്നു. ചില അർത്ഥതലങ്ങൾ അതിനുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് അതിലെ ഓരോ വാചകവും അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതിനെ തുടർന്ന് മാധ്യമപ്രവർത്തകർ വീണ്ടും ചോദിച്ചു, BJP നേതാക്കളൊക്കെ ഇനി പാർട്ടിയിലേക്ക് വരുമോ എന്നാണ് ഉദ്ദേശം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങനെയൊന്നും താൻ പറയുന്നില്ല. ഒപ്പം തന്നെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്ന മറ്റൊരു കാര്യം, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് അല്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ അടിത്തറ ശക്തിപ്പെടുത്തും, വിപുലപ്പെടുത്തുമെന്നാണ്. അതും ചില ഊഹാപോഹങ്ങളിലേക്ക് വഴിവെക്കുന്ന ഒരു പ്രതികരണമാണ്. എന്തായാലും വരുന്ന 1-1.5 വർഷത്തിനകം കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ ചില ചുവടുമാറ്റങ്ങൾ ഉണ്ടാകുമെന്ന വ്യക്തമായ സൂചനയാണ് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ തന്നെ LDFിലെ വിവിധ പാർട്ടികൾ അവിടെ അതൃപ്തിയിലാണ് എന്നുള്ള വാർത്തകളുണ്ട്. അതിൽ പ്രധാനമെന്ന് പറയുന്നത് NCPയുമായി ബന്ധപ്പെട്ട ചില വാർത്തകളാണ്. ഒപ്പം അവിടെയുള്ള കോവൂർ കുഞ്ഞുമോൻ MLA 2-3 വർഷം മുൻപ് UDF വിട്ട് LDFിൽ ചേക്കേറിയ കേരള കോൺഗ്രസ് മാണി വിഭാഗം, അവരുടെ ഒരു മടങ്ങിവരുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ, ചില ഊഹാപോഹങ്ങളൊക്കെ അടുത്തിടയ്ക്ക് ഉയർന്നു വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് മാണി സി കാപ്പനോട് മാധ്യമങ്ങൾ ചില ചോദ്യങ്ങളും ചോദിച്ചിരുന്നു, അവർ തിരിച്ചു വരുമോ എന്നത്. അപ്പോഴും അദ്ദേഹം പറഞ്ഞത് തിരിച്ചു വന്നോട്ടെ, വന്നതിൽ സന്തോഷം, പക്ഷേ പാല വിട്ടുകൊടുക്കില്ല എന്നാണ്. അതെന്തുമാകട്ടെ, എന്തായാലും ചില നിർണായകമായ ചില മാറ്റങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമെന്ന പറയാതെ പറയുകയാണ് വി.ഡി. സതീശൻ ചെയ്തിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രനുള്ള ആ മറുപടി അതെന്താണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. മറ്റൊരു കാര്യം, പാലക്കാട് നഗരസഭയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ കൗൺസിലർമാർ BJP നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയാണ്. അവരെങ്ങോട്ട് ചാഞ്ചാടും, എങ്ങോട്ട് കളം മാറുമെന്ന ചോദ്യം കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇന്ന് അവിടുത്തെ നിയുക്ത MLA രാഹുൽ മങ്കൂട്ടത്തിൽ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത്, എന്തായാലും BJP ഒക്കെ നടത്തുന്നത് പോലെ ഒരു ഓപ്പറേഷൻ കമലയ്ക്ക് പാലക്കാട് നഗരസഭയിൽ തങ്ങൾ തയ്യാറല്ല. അതായത് ജനാധിപത്യത്തെ അങ്ങനെ വിലക്കെടുക്കുന്ന ഒരു നിലപാട്, അതിനെ തങ്ങൾ അങ്ങ് അനുകൂലിക്കുന്നില്ല, അതിനെന്തായാലും തൽക്കാലമില്ല എന്ന് പറഞ്ഞു നിർത്തിയിട്ട് അദ്ദേഹം അടുത്ത സെന്റൻസിൽ പറയുന്നത്, തന്റെ നയമായിട്ട് അദ്ദേഹം പറയുന്നത്, ഇനിയിപ്പോൾ നിലപാട് തിരുത്തി RSSന്റെ സർസംഘചാലക വന്നാലും അദ്ദേഹവുമായിട്ട് ആദ്യം ചർച്ച നടത്തേണ്ടത് കോൺഗ്രസ് ആണ് എന്നാണ് തന്റെ നയം എന്നാണ് രാഹുൽ മങ്കൂട്ടത്തിൽ പറയുന്നത്. ഒപ്പം നിലപാട് തിരുത്തി വരുന്നവരെ കോൺഗ്രസ് സ്വാഗതം ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പാലക്കാട് DCC അധ്യക്ഷനെ തങ്കപ്പനും ഒപ്പം തന്നെ പാലക്കാട് MP VK ശ്രീകണ്ഠനും ഒക്കെ തന്നെ ഈ നഗരസഭാ കൗൺസിലർമാരുടെ അതൃപ്തിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണം ഇങ്ങനെയായിരുന്നു, നിലപാട് തിരുത്തി വന്നാൽ തങ്ങൾ സ്വാഗതം ചെയ്യും, ആദ്യം അവർ നിലപാട് വ്യക്തമാക്കട്ടെ എന്നാണ്. എന്തായാലും കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ് ഇപ്പോൾ ഏതാണ്ട് 18ഓളം BJPയുടെ കൗൺസിലർമാർ അവരുടെ നിലപാടുള്ളത്. കഴിഞ്ഞ ദിവസം നഗരസഭാ അധ്യക്ഷ ഉൾപ്പെടെയാണ് നേതൃത്വത്തിനെതിരെ പാലക്കാട് തോൽവിയിൽ വിമർശനം ഉന്നയിച്ചത്. അവർക്കെതിരെ നടപടി വരുമെന്ന വാർത്തകളുണ്ട്. ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ നഗരസഭാ അധ്യക്ഷക്കെതിരെയോ അല്ലെങ്കിൽ അത്തരത്തിൽ പരസ്യ പ്രതികരണം നടത്തിയ ഏതെങ്കിലും കൗൺസിലർക്കെതിരെ നടപടി ഉണ്ടായാൽ ഈ പറയുന്ന 18 കൗൺസിലർമാരും പാർട്ടി വിടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള നീക്കങ്ങൾ കോൺഗ്രസ് അവിടെ നടത്തുന്നുമുണ്ട്. അതിന് ചുക്കാൻ പിടിക്കുന്നത് അടുത്തിടെ BJPയിൽ നിന്നും കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യരാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനിടയ്ക്കാണ് വയനാട്ടിലെ മുൻ ജില്ലാ അധ്യക്ഷൻ KP മധു BJPയിൽ നിന്നും രാജിവെച്ചിരിക്കുന്നത്. അദ്ദേഹവും കോൺഗ്രസിലേക്കാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം. അദ്ദേഹവുമായിട്ട് വയനാട്ടിൽ നിന്നുള്ള കോൺഗ്രസിന്റെ MLAമാരായ IC ബാലകൃഷ്ണൻ, T സിദ്ദിഖ് എന്നിവർ ചർച്ച നടത്തി എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ചർച്ചകൾ വിജയകരമായാൽ അല്ലെങ്കിൽ BJP വിട്ടിരിക്കുന്ന മധു കോൺഗ്രസിലേക്ക് വരാൻ തയ്യാറായി കഴിഞ്ഞാൽ ഈ മാസം 30-ന് അവിടുത്തെ നിയുക്ത MP പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിലെത്തുന്നുണ്ട്. തന്റെ വിജയത്തിൽ വോട്ടർമാരോട് നേരിട്ട് നന്ദി പറയാനാണ് പ്രിയങ്ക എത്തുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയങ്ക വരുന്ന ദിവസം പ്രിയങ്കയുടെ സാന്നിധ്യത്തിൽ തന്നെ മധുവിന് അംഗത്വം കൊടുത്തുകൊണ്ട് അതൊരു വലിയ ചടങ്ങാക്കി മാറ്റി, വലിയൊരു വാർത്തയാക്കി മാറ്റുക. സാധാരണ BJP കോൺഗ്രസിനെതിരെ പ്രയോഗിക്കുന്ന ഒരു ആയുധം, കോൺഗ്രസ് വിട്ടു വരുന്നവരെ BJPയിലേക്ക് സ്വാഗതം ചെയ്ത്
വലിയ ഒരു ഇവൻ്റാക്കി മാറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് തിരിച്ചടി എന്നവണ്ണം കേരളത്തിൽ തന്നെ അത്തരത്തിലുള്ള നീക്കങ്ങൾ കോൺഗ്രസ് നടത്തുകയാണ്. കൂടുതൽ നേതാക്കൾ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് വരുമെന്ന ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ചില സൂചനകളും പ്രതികരണങ്ങളും കഴിഞ്ഞ 1-2 ആഴ്ച കൊണ്ട് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. അതിന്റെ തുടർച്ചയായിട്ട് വേണം മധുവിന്റെ വരവിനെയും കാണാൻ. എന്തായാലും വി ഡി സതീശന്റെ ഈ ശോഭാ സുരേന്ദ്രന്റെ വെല്ലുവിളിക്കുള്ള പ്രതികരണം അത് പല ചോദ്യങ്ങളും കേരള രാഷ്ട്രീയത്തിൽ ഉയർത്തുന്നുണ്ട്.